ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷമീസ് ഡ്രീംസ് ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹെയർ ഫോൾ സ്റ്റോറിയും അത് ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്നുമാണ്. മാറ്റിയെടുത്തെന്ന് പറയാൻ പറ്റില്ല, മാറ്റിയെടുത്തോണ്ടിരിക്കുന്നത് എന്നുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ വന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻസിൻ്റെ എന്തെങ്കിലും കുറവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം, തലമുടി കഴുകാൻ നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് അനലൈസ് ചെയ്യണം. ഇതുകൊണ്ടാണോ എനിക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം ആ പ്രോബ്ലം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തലയിലേക്ക് എന്തെങ്കിലും ഓയിലോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്താൽ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ചത്, എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യാം. കാരണം അത് കേൾക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് പലർക്കും എനിക്ക് തോന്നിയ അതേ സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ 2013 UAE വന്നത്. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഒരു 8 മാസമായ ടൈമിലാണ് ഞാൻ UAE വന്നത്. അപ്പോൾ ചെറിയ മോനാണെങ്കിൽ ഗ്രേഡ് 1 പഠിക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരെയും വെച്ചിട്ട് ഫുൾ ടൈം ഞാൻ ഫ്ലാറ്റിനുള്ളിൽ തന്നെയായിരുന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ മാത്രം പോകും. അത് പോകുന്നത് കൂടുതലും ഈവനിങ്ങും നൈറ്റുമുള്ള പുറത്തു പോക്ക് മാത്രമായിരുന്നു. അതായത് സൺ എക്സ്പോഷർ തീരെ എനിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ 2013 ഒരു മാർച്ചിലാണ് വന്നത്. അതിനൊരു 5 മാസം വരെയും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും കുറച്ച് മുടിയൊക്കെ ഉള്ളത് കൊണ്ട് ആദ്യം ഒന്നും കൊഴിഞ്ഞപ്പോൾ ഒന്നും അധികം മൈൻഡ് ചെയ്തില്ല. പിന്നെ അങ്ങ് നോക്കുമ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ പിന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ശ്രമിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ മക്കൾ ചെറുതായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കാനല്ലാതെ എൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബേബി ഉണ്ടായി. 2015 ബേബി ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സിവിയർ ബാക്ക് പെയിൻ ഉണ്ടായി. ബേബിക്ക് 3 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, എന്നിട്ട് എൻ്റെ ബാക്ക് പെയിൻ മാറിയിട്ടില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഡെലിവറിയുടെ ആഫ്റ്റർ ഇതായിരിക്കും, അതുകൊണ്ട് ഓക്കെ വെയിറ്റ് ചെയ്യാം, കുറയും അതായതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ബേബിക്ക് ഒരു ഡയപ്പർ കെട്ടിക്കൊടുക്കാൻ പോലും കുനിയാൻ പറ്റാത്ത രീതിയിൽ ബാക്ക് പെയിൻ വന്നു. അപ്പോൾ ഞാൻ അബുദാബിയിൽ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ ഡോക്ടർ കുറേ എക്സാമിനൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കുറേ ഇത് ചെയ്യാം, ഫിസിയോതെറാപ്പിക്ക് എഴുതാം. അപ്പോൾ അത് ചെയ്യുക, ഒരു 2 വീക്സ് ഫിസിയോതെറാപ്പി ചെയ്തതിന് കഴിയുമ്പോൾ മെച്ചം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്താൽ മതി, അങ്ങനെ നമുക്ക് വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ചയോളം ഫിസിയോതെറാപ്പി ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. കുറേയൊക്കെ പെയിൻ കുറവ് വന്നു, ബാക്ക് പെയിന് കുറേ കുറവ് വന്നു. എനിക്ക് കുനിയാനും വരാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. കുറേ എക്സസൈസസ് അവർ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു ആ എക്സസൈസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ വീട്ടിലിരുന്ന് എക്സസൈസ് കുറേ ചെയ്ത് വേദന ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി. സ്റ്റിൽ ഹെയർ ഫോൾ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഹെയർ ഫോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോകുന്ന പോലെ അല്ല, പിന്നെ എനിക്ക് ഹെയർ ഫോൾ ആയത് ആ ഹെയറിൻ്റെ റൂട്ട് നമുക്ക് ഹെയറിൻ്റെ എൻഡിൽ കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് എനിക്ക് ഹെയർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ റൂമൊക്കെ അടിച്ച് കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ബാർബർ ഷോപ്പിൽ മുടി കൂട്ടി വയ്ക്കുന്ന ആ ഒരു ഫീലായിരുന്നു എനിക്കിത് കാണുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും ടെൻഷനും കാര്യങ്ങളൊക്കെ. എൻ്റെ മുടി മുഴുവൻ പോവുമോ, അങ്ങനെ പോകുമോ ഇനിയും പോകുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ 2018 ജൂലൈ ഓഗസ്റ്റിൽ വെക്കേഷൻ നാട്ടിൽ പോകണം. മോനൊരു 3 വയസ്സായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് അവിടെ വെച്ചിട്ട് കുറച്ച് ജോലികളൊക്കെ ചെയ്തു. ഇവിടെ ഫ്ലാറ്റിലിരിക്കണ പോലെ അല്ലല്ലോ, നാട്ടിൽ നമുക്കറിയാം, നമ്മൾ മുറ്റം അടിക്കണം, വീട് അടിച്ചു വാരണം, തുടയ്ക്കണം, കുറേ ജോലികളൊക്കെ അധികമുണ്ട്. ഇവിടെ അത്രയും ജോലികളൊന്നുമില്ല. സോ നോർമലി ഓരോ ലേഡീസ് ചെയ്യുന്ന കുറച്ചധികം ജോലികൾ ഞാൻ നാട്ടിൽ ചെയ്തു. എനിക്ക് എഗെയിൻ പെയിൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു ഉച്ചയായപ്പോൾ വേദന തുടങ്ങി, മേലിനൊക്കെ വേദന തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നോർത്ത് കുറേ അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയപ്പോൾ എൻ്റെ എല്ലാ ജോയിൻസിലും സ്വെല്ലിങ് വന്ന് എനിക്ക് തൊടാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ പെയിൻ വരുന്നൊരു സിറ്റുവേഷനായി. അങ്ങനെ ഒരു ഈവനിങ് നൈറ്റ് ഒരു 8 o'clock ഒക്കെ ആയപ്പോൾ നല്ല പെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് രാവിലെ തന്നെ ഓർത്തോയെ കാണാനായിട്ട് പോയി. ഡോക്ടറെ ഞാൻ കാണാൻ പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിളാണെന്ന് വിചാരിക്കും. പക്ഷേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജിലാണ് ഞാൻ പോയത്. എനിക്ക് വണ്ടിയിലേക്ക് തനിച്ച് കാലെടുത്ത് വെച്ച് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതിനെ എടുത്ത് കയറ്റുക ചെയ്തത്. അവിടെ ചെന്ന് ഡോക്ടർ കണ്ടപ്പോഴത്തേനും ഡോക്ടറിന് ഫാറ്റി ലിവർ ആണോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ വന്ന് ഡോക്ടർ അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞ് ലാബിൽ കൊടുത്ത് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി. ഓരോ ടെസ്റ്റ് ഡോക്ടർ പറയും, അത് ലാബിൽ ഞാൻ പോയി കൊടുക്കും, ചെയ്യും, റിസൾട്ട് വരും. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും ഇത് ഓക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറേ ടെസ്റ്റുകൾ ചെയ്തു. ഒരു 3-4 ടെസ്റ്റുകൾ ചെയ്തു.
നോർമൽ റൂട്ടീൻ ടെസ്റ്റുകളെല്ലാം ചെയ്ത് അതിനുശേഷം അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ടെസ്റ്റുകളും ചെയ്തു. പിന്നീട് ഡോക്ടറുടെ റൂമിൽ വരുമ്പോൾ ഡോക്ടർ പറയും ബാക്കിയൊന്നും നോക്കിയിട്ട് കുഴപ്പമില്ലല്ലോ, ഇതൊക്കെയാണ്, പിന്നെ എന്താണ് ഇയാൾക്ക് ഇങ്ങനെ വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു കുറച്ച് നേരം ഡോക്ടർ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ ഇവിടെയല്ല, ഞാൻ അബുദാബിയിലാണ് താമസം, എനിക്ക് വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്താലോ, എനിക്ക് സൺ എക്സ്പോഷർ തീരെയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഓക്കെ എന്നാൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യാം, മിക്കവാറും അത് തന്നെയായിരിക്കും കാരണം എന്ന് പറഞ്ഞ് ഡോക്ടർ അത് എഴുതി ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് വന്നു സിവിയർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നോർമൽ റേഞ്ച് ഐ തിങ്ക് 20 ആണെന്ന് തോന്നുന്നു നോർമൽ റേഞ്ച്, എനിക്ക് 14.4 അതായിരുന്നു എൻ്റെ ഒരു മെഷർമെൻറ്റ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വല്ലാത്ത ഒരു ഡെഫിഷ്യൻസിയാണ്, അതുമായിരിക്കാം ഈ പെയിനും കാര്യങ്ങൾക്കും എല്ലാം കാരണം. അതുപോലെ തന്നെ അപ്പം ഞാൻ ഇപ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ഉള്ളൂ, ഹെയർ ഫോൾ ഉള്ളൂ. പിന്നെ ഡോക്ടർ ചോദിച്ചു മൂഡ് സ്വിങ് വരാറുണ്ടോ, സങ്കടം വരാറുണ്ടോ, അത് ഇത് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡോക്ടർ ചോദിച്ചു. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനിതൊക്കെ ഇപ്പം നിങ്ങളോട് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനിത് A to Z ഓർത്ത് പറഞ്ഞതാണ്. പക്ഷേ അന്ന് ഡോക്ടർ ചോദിച്ചതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളത്. ഡോക്ടർ അങ്ങനെ ഓരോന്ന് എന്നോട് ചോദിച്ചു. ഹെയർ ഫോള്, ദേഷ്യം വരാറുണ്ടോ, സങ്കടം വരാറുണ്ടോ, എപ്പോഴും മടിച്ചിരിക്കാറുണ്ടോ, അങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതായത് മക്കളുടെ കാര്യവും വീട്ടിലെ കാര്യവും അത്യാവശ്യം നോക്കും, എൻ്റെ കാര്യത്തിലെല്ലാം മടി, കുളിക്കാൻ മടി, ബ്രഷ് ചെയ്യാൻ മടി, അങ്ങനെയുള്ള മടി വരെയായിരുന്നു എനിക്ക്. ഇപ്പം അറ്റ്ലീസ്റ്റ് പിള്ളേരെയും കൊണ്ട് പുറത്തൊന്ന് പോയി കഴിഞ്ഞാൽ പാർക്കിൽ മക്കൾ കളിച്ചാൽ എല്ലാ പേരൻസും അവരുടെ കൂടെ അവരെ സ്വിങ്ങിലാട്ടും എല്ലാം ചെയ്യും. ഞാൻ മാത്രം എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കലായിരുന്നു. അതാണ് എൻ്റെ ജോലി. എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ എപ്പോഴും ഒന്ന് എവിടെയും ഇരുന്നാൽ മതി, ആ ഒരു മെൻറ്റാലിറ്റിയാണ്. ഷോപ്പിങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതിന് വിളിച്ചാൽ പോലും എനിക്ക് ഇനിയിപ്പോൾ റെഡിയായി മക്കളെ റെഡിയാക്കി പോകണമല്ലോ, വേണ്ട ഞാൻ വരില്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിവാകുമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ബാക്ക് ബോൺ എന്നൊക്കെ പറയാം. അതാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന സാധനം. അത് ഡെഫിഷ്യൻ്റ് ആയാൽ നമ്മുടെ ലൈഫ് പോയി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണണം. അതുപോലെ പുറത്ത് താമസിക്കുന്ന ആളുകൾ വൺസ് ഇൻ എ ഇയർ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം. കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഞങ്ങൾ ഒരു 6 മാസം കൂടുമ്പോൾ ചിലപ്പോൾ പോകാറുണ്ട്, അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ എന്തായാലും പോകാറുണ്ട്. ഇതുവരെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനിപ്പോൾ അതിന് ശേഷം 2018 ശേഷം ഇങ്ങനെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം മെയിൻ കാരണം നാട്ടിൽ ഇത് ആരും ചെയ്യാത്തതിൻ്റെ കാരണം അതും കൂടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഡോക്ടറാണ് പറഞ്ഞത് നാട്ടിലത് ആരും ചെയ്യാറില്ല. കാരണം നാട്ടിൽ നമ്മൾ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് നടക്കുന്നവരായതുകൊണ്ട് നോർമലി ആ പ്രോബ്ലം വരാറില്ല. പിന്നെ ഈ ടെസ്റ്റ് നമ്മുടെ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 250, 300 ആ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അന്ന് അതായിരുന്നു തോന്നുന്നു. അത്രയൊക്കെയാണ് ആകാറ്. പക്ഷേ വൈറ്റമിൻ ഡി ടെസ്റ്റിന് തന്നെ 1000 രൂപയും കണ്ടാണ്. അപ്പം നമ്മൾ പൊതുവെ നമ്മൾ മലയാളികൾ അത് വേണ്ട എന്ന് വെക്കും. നാട്ടിലുള്ളവർക്കൊക്കെ പ്രശ്നമില്ല ചെയ്തില്ലെങ്കിലും. പക്ഷേ ഇവിടെ താമസിക്കുന്നവർ എന്താണെങ്കിലും നമ്മൾ ഈ റൂട്ടീൻ ചെക്കപ്പിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡിയുടെ ആ ഒരു റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ഡെഫിഷ്യൻസി ഉള്ളവർ കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഒരിക്കലും ഡോക്ടറെ കാണാതെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കരുത്. കാരണം റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാകും. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഓരോരുത്തരുടെ ബോഡിയിലെ മെഷർമെൻറ്റ് എത്ര ഉണ്ടെന്നുള്ളതിന് നോക്കിയിട്ട് അനുസരിച്ചാണ് ഡോക്ടർ ഓരോ ഡോസ് എഴുതുന്നത്. അപ്പോൾ അത് തനിച്ചാരും വാങ്ങി കഴിക്കരുത്. ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ എൻ്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഞാൻ പറഞ്ഞല്ലോ 14.4 ആയിരുന്നു. ഒരു 1 മന്ത് ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. ആദ്യത്തെ 7 ദിവസം കണ്ടിന്യൂസ് ഓരോ ദിവസവും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കണം. അതിനുശേഷമുള്ള വീക്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് എടുക്കണം, പിന്നെ ഓൾട്ടർനേറ്റ് വീക്ക് എടുക്കണം, പിന്നെ എവറി മന്ത്, വൺസ് ഇൻ എവറി മന്ത്. അങ്ങനെയാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ 1 വർഷത്തേക്കുള്ള മെഡിസിൻ തന്ന് ഞാനത് വാങ്ങി വരുവാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു മെഡിസിനൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് എനിക്ക് വേദന കുറയാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. നമ്മുടെ ബോഡിയിലേക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ, കാൽഷ്യം ആഗിരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി വേണം. കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ വേണം. കാൽഷ്യം അബ്സോർബ് ചെയ്താലേ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ എന്താ പറയണത് ബലം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജോയിൻസിനും എല്ലുകൾക്കും ഒക്കെ എനിക്ക് ഭയങ്കര വേദനയായിരിക്കുന്നത്. എനിക്ക് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് എൻ്റെ കൈ ഡോറിലൊന്നും ഇടിച്ചാൽ അപ്പം ഭയങ്കര വേദനയാണ്. എന്നുവെച്ചാൽ കുറേ സമയത്തേക്ക് ആ വേദനയാണ്. എൻ്റെ പല്ല് എനിക്ക് അങ്ങേയറ്റത്തെ പല്ലിൻ്റെ എൻഡിലൊക്കെ പൊടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് വരുമായിരുന്നു. നാക്കിൽ നമുക്ക് മുട്ടയുടെ തോട് പൊടിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പല്ലിൻ്റെ അംശം പൊടിഞ്ഞു വായിൽ വരുമായിരുന്നു. പിന്നെ ഞാൻ ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടായിരുന്നു എനിക്ക് ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഡോക്ടർ കാൽഷ്യം സപ്ലിമെൻറ്റും ഈ വൈറ്റമിൻ ഡിയും എല്ലാം തന്ന് കുറച്ച് നാളത് കഴിച്ചതിന് ശേഷം എനിക്ക് ആ വേദനകളും കാര്യങ്ങളും എല്ലാം മാറി. പിന്നെയും എനിക്ക് മുടി കൊഴിച്ചിൽ കുറഞ്ഞു. അതായത് ആ വേരോട് കൂടി കൊഴിയുന്നത് കുറഞ്ഞു. പക്ഷേ കൊഴിഞ്ഞു മുടിയെല്ലാം പോയല്ലോ. മുടി തീരെ കനവില്ലാത്തൊരു സിറ്റുവേഷനായി. എനിക്കത് കാണാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം കണ്ണാടിയിൽ ബാക്കിലൊക്കെ ഞാനിങ്ങനെ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ ആ ബാക്കിലെ മുടി കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പം അങ്ങനെ ഒരു ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മളുടെ ലൈഫിലേക്ക് കൊറോണ വന്നത്. കൊറോണ കൊണ്ട് എല്ലാവർക്കും ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്കും അത്രേ ഉള്ളൂ. പക്ഷേ ഈ കൊറോണ വന്ന് നമ്മൾ ഈ ലാസ്റ്റ് 2020 ഫെബ്രുവരി തുടങ്ങി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈം, മക്കൾക്ക് സ്കൂളില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഓർത്തു, എന്നാൽ എൻ്റെ മുടി ഒന്ന് നമുക്ക് നോക്കാം, മുടി നന്നാക്കാൻ പറ്റുമോ, എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ. അപ്പോൾ ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി ഒക്കെ. പിന്നെ ഞാൻ സൺ എക്സ്പോഷർ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. പുറത്ത് താഴെ പോയി നിന്ന് കുറേയൊക്കെ വെയിലൊക്കെ, ഇളം വെയിൽ രാവിലത്തെ വൈകിട്ടത്തെയൊക്കെ കൊള്ളാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം വോക്കിങ് കാര്യങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മുടിയുടെ എക്സ്റ്റേണലി മുടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് മുടി നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നു. ഈ കൊറോണ ടൈമിൽ ഫെബ്രുവരിയിൽ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ, നമ്മുടെ തലമുടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു ഓയിൽ ഉണ്ടാക്കാം, ആ ഓയിലിൽ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെയൊക്കെ തലമുടിക്ക് ബെനിഫിറ്റ് ആകും എന്നുള്ളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് കുറച്ച് പേരെയൊക്കെ വിളിച്ച് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ഒരു ഐഡിയ. കാച്ചിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള, ഈ 2020 ഫെബ്രുവരിയിലാണ് ആദ്യം യൂസ് ചെയ്തത്. അങ്ങനെ ഞാനൊരു എണ്ണ, ഈ പറഞ്ഞ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച എണ്ണ ഞാൻ അന്ന് ഉണ്ടാക്കിയെടുത്തു. അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഈ കൊറോണ ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഇത്തവണ ചേർത്തില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ആയിരുന്നു. അപ്പോൾ ആ എണ്ണ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഫെബ്രുവരി തുടങ്ങി ചെയ്തു. ആ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഫസ്റ്റ് മന്ത് ഒന്നും ഒരു ഡിഫറൻസും ഇല്ല. ഇപ്പം നിങ്ങൾ പലരും എനിക്ക് വാട്സപ്പിലൂടെ ഇപ്പം തന്നെ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ഈ എണ്ണ കൊണ്ട് എഫക്റ്റ് ഉണ്ടായോ, ഇത് വർക്ക് ചെയ്യുമോ, അതാണോ ഇതാണോ, പെട്ടെന്ന് ഇതാവോ ഇതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ എനിക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇറ്റ് ടുക്ക് 9 months എനിക്കൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വർക്ക് ആവാനായിട്ട്. പക്ഷേ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് താരം മാറ്റാൻ പറ്റും. എൻ്റെ താരം 2 മാസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റി. അതിൻ്റെ മീനിങ് ഇനി വരില്ല എന്നല്ല, പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല വെള്ളം ആണെങ്കിൽ, കിണറിലെ വെള്ളം, നല്ല വെള്ളം, ക്ലോറിൻ അല്ലാത്ത വാട്ടർ ആണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ തല നമ്മൾ നാട്ടിൽ കഴുകിക്കൊണ്ടിരുന്ന പോലെ കഴുകാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് ഡാൻഡ്രഫ് വരുന്നത്. അപ്പോൾ സ്കാൽപ്പ് എപ്പോഴും നനഞ്ഞ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരുന്നാൽ ഡാൻഡ്രഫ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഏറ്റവും ആദ്യം വേണ്ട കാര്യം. ഒരാഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഞാൻ തല നനച്ചുകൊണ്ടിരുന്നത്. അതിൽ 2 പ്രാവശ്യം ഈ നമ്മളുണ്ടാക്കിയ ഈ കാച്ചിയ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് തല നന്നായിട്ട് മസാജ് ചെയ്യും. ഒരു 5 മിനിറ്റ് മസാജ് കൊടുക്കും. അതിനുശേഷം 15 മിനിറ്റ് എണ്ണ തലയിൽ വയ്ക്കും. എന്നിട്ട് വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്യുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് താളി അവൈലബിൾ ആണെങ്കിൽ താളി യൂസ് ചെയ്താൽ മതി, ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ മൈൽഡ് ആയുർവേദിക് ഷാമ്പുകളോ അല്ലെങ്കിൽ ബേബി ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. 15 മിനിറ്റ് കൂടുതൽ നമ്മുടെ തലയിൽ എണ്ണ വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്ത ആളുകളാണെങ്കിൽ 15 മിനിറ്റ് ഒന്നും നിങ്ങൾ എണ്ണ വെക്കരുത്. ഒരു 5 മിനിറ്റ് വെക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ടൈം വെക്കുമ്പോൾ അത് 10 മിനിറ്റ് ആക്കുക, പിന്നെ അത് 15 ആക്കുക. ഒറ്റയടിയിലേക്ക് 15 മിനിറ്റിലേക്ക് പോകരുത്, കാരണം നീരിറക്കമൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു റൂട്ടീനാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും ഇനി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ തണുപ്പുള്ള മാസമാണ്. അതുകൊണ്ട് ആ രീതി ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇനി ഞാനൊരു 5 മിനിറ്റേ ഉള്ളൂ ഈ എണ്ണ തലയിൽ വെക്കുന്നുള്ളൂ. ആ 5 മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കും. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. ആ ഒരു രീതിയാണ് ഞാൻ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. തല കഴുകാനായിട്ട് നിങ്ങൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമുണ്ട്. പുറത്തുള്ളവർ അല്ലെങ്കിൽ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതും ആ ഒരു പ്രശ്നവും മാറ്റിയെടുക്കാൻ പറ്റും. ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ നിങ്ങൾ നാളെ നമ്മൾ തല കഴുകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് വയ്ക്കുക. എന്നിട്ട് അത് നാളെ കുളിക്കുക അത് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റ്, ക്ലോറിൻ്റെ എഫക്റ്റ് ഒരു ഇതിൽ കുറഞ്ഞു കിട്ടും. അല്ല എങ്കിൽ നിങ്ങൾ കുളിക്കുന്ന ആ വെള്ളത്തിലേക്ക്, ബക്കറ്റിൽ പിടിച്ചു വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് ഒരു കുറച്ച് ഡ്രോപ്സ്, ഒരു 5-6 ഡ്രോപ്സ് ആപ്പിൾ സിഡർ വിനെഗറോ, ഒന്നിലെ ആപ്പിൾ സിഡർ വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക അതിലേക്ക്. അങ്ങനെ യൂസ് ചെയ്യാം ആ വെള്ളം. അതായത് ഹാർഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഹാർഡ് വാട്ടറിൽ യൂസ് ചെയ്യുന്നവർ, തലയിൽ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്നവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് വാട്ടറിൽ എന്താണുള്ളത്, എക്സ്ട്രാ കുറച്ച് ഡെപ്പോസിറ്റ്സ്, മിനറൽസും കാര്യങ്ങളൊക്കെ ഈ ഹാർഡ് വാട്ടറിലുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം ഡെപ്പോസിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ മുടിയിൽ ഒരു ലെയർ ഫോം ചെയ്യും. ഇത് വെച്ച് കഴുകുമ്പോൾ നമ്മുടെ മുടിയുടെ മുകളിൽ ഇതിൻ്റെ ഒരു ലെയർ, ഈ ഒരു ഡെപ്പോസിറ്റിൻ്റെ ഒരു ലെയർ നമ്മുടെ മുടിയിൽ ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് പുറത്തുനിന്നുള്ള മോയ്സ്ചർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, മുടിയിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ മുടി ഡ്രൈ ആയി പോകും. ഡ്രൈ ആകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഹെയർ ഫോളിന് കാരണമാകും. എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ തല കഴുകുന്ന ദിവസങ്ങളിൽ ഞാനൊരു പാക്കിംഗ് കൂടെ തലയിടാൻ ശ്രദ്ധിക്കുമായിരുന്നു. അതായിരുന്നു പിന്നെ ഞാൻ വരുത്തിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഉള്ളവർക്ക് എന്ത് പാക്കാണ് പറ്റണമെന്ന്. നമുക്ക് ഇഷ്ടംപോലെ പാക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രഷ് ആയിട്ടുള്ള താളി മാത്രം നമുക്കിവിടെ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ പാക്സ് നമുക്ക് മാറി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച്,
കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാക്ക് എന്ന് പറയുന്നത് ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ചിലപ്പോൾ 2 ദിവസം സമയമുള്ളതനുസരിച്ച് ചിലപ്പോൾ 2 ദിവസം പാക്ക് ഇടും, ചിലപ്പോൾ ഒരു ദിവസം പാക്ക് ഇടും. മുട്ടയുടെ വെള്ള എടുത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് ഈ 15 മിനിറ്റ് എണ്ണ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ മുട്ടയുടെ വെള്ളയും തലയിൽ തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് വാഷ് ചെയ്ത് കളയും. തണുപ്പ് പറ്റാത്തവർ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അവർ ഈ 15 മിനിറ്റിൽ 10 മിനിറ്റ് എണ്ണ വയ്ക്കുക, പിന്നെ 5 മിനിറ്റ് പാക്ക് ഇടുക, അങ്ങനെ കുറയ്ക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇഞ്ചിയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചിയുടെ നീര് എടുക്കുക. അത് മൊത്തം തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക. എണ്ണ തേച്ചതിന് ശേഷം തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുക. അതൊരു പാക്കാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന അലോവേര നമ്മുടെ വീട്ടിലുള്ള അലോവേര ജസ്റ്റ് അതിൻ്റെ പൾപ്പെടുത്ത് അത് നമുക്ക് തലയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക, പിന്നെ കഴുകി കളയുക. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പില ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് തേക്കാം. അല്ലെങ്കിൽ തലേ ദിവസം ആര്യവേപ്പില നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചിടാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. നമ്മുടെ സ്കാൽപ്പിൽ പരട്ടാൻ എത്ര വേണം അത്രയും വെള്ളത്തിൽ തിളപ്പിക്കുക. നന്നായിട്ടൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിടുക. രാവിലെ കുളിക്കുമ്പോൾ ആ വെള്ളം നമ്മൾ തലയിലൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് തല വാഷ് ചെയ്ത് കളയുക. അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്